നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിൽ കിട്ടിയ അടിക്കു പകരം വീട്ടാനുള്ള നെട്ടോട്ടത്തിലാണ് പാക് ഫീൽഡ് മാർഷലായ അസീം മുനീർ. കഴിഞ്ഞ ദിവസം ജിഹാദികളായ മുഴുവൻ ഇസ്ലാമിക് മുള്ളന്മാരെയും പാകിസ്ഥാൻ സൈനിക ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി അസീം മുനീറിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നതായാണ് റിപ്പോർട്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും എതിരെ മതപ്രഭാഷണം നടത്താനും ഇവരോട് അസീം മുനീർ ആവശ്യപ്പെട്ടതായാണ് വിവരം. ഈ ജിഹാദി ഭീകര ഗ്രൂപ്പുകളെ ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് ഒരുക്കുകയാണ് അസീം മുനീറിന്റെ ലക്ഷ്യം. ഇതിനുള്ള മറ്റു പിന്തുണ അസീം മുനീർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നും റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്താണ് ജിഹാദി മുള്ളന്മാരുമായുള്ള അസീം മുനീറിന്റെ യോഗം നടന്നത്. ജിഹാദി ആക്രമണത്തിനായി ഇവർക്ക് വേണ്ടി യുവാക്കളെ നൽകുവാനും പാകിസ്ഥാൻ സൈന്യം തയ്യാറെടുക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്നും കിട്ടിയ അടിക്ക് പ്രതികാരം ചെയ്യുക എന്ന വഴി തന്റെ സൈനിക ആധിപത്യം പാകിസ്ഥാനിൽ അരക്കിട്ടുറപ്പിക്കാനാണ് അസീം മുനീർ ശ്രമിക്കുന്നത്. ഇന്ത്യയെ പതിവായി ആക്രമിക്കുന്ന ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷ്-ഇ-മുഹമ്മദ് തുടങ്ങിയ ഭീകരവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള ഏതാനും ജിഹാദി ഗ്രൂപ്പുകളുടെ നേതാക്കളായ മുള്ളന്മാരെയാണ് യോഗത്തിൽ വിളിച്ചിരിക്കുന്നത്. പ്രമുഖ ജെയ്ഷ്-ഇ-മുഹമ്മദ് നേതാവ് ഹഫീസ് താഹിർ മഹമ്മദ് അഷ്റഫ് അലി, കറാച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഉദയുടെ നേതാവ് മുഫ്തി അബ്ദുൾ റഹീം, ജാമിയ ഉൽബാത്തുൽ ഇസ്ലാമിക് സെമിനാരിയുടെ ചാൻസലറായ സയ്യിദ് ജവാദ് നഹി, ജമാഅത്തെ ഉലമ ഇസ്ലാമിക് സെമിനാരിയുടെ ഹമീദ് ഉൽ ഹഖാനി, സിറിയയിലെ അൽ ഉമ ബുഹാരി ജാമിദ് റഷീദ് സെമിനാരിയുടെ നേതാവും ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ മൂന്നാമത്തെ ജിഹാദി തലമുറയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യം. ഇദ്ദേഹത്തെ മുള്ള മുനീർ എന്നാണ് വിളിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പരാജയമടഞ്ഞ ഈ പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ ഇസ്ലാമിനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. പാക് അധീന കാശ്മീരിൽ ലഷ്കർ-ഇ-തോയ്ബയും ജെയ്ഷ്-ഇ-മുഹമ്മദ് ഹമാസുമായി ചേർന്ന് ഇന്ത്യയിൽ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായും ഇസ്രയേൽ തന്നെ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുമായും പാകിസ്ഥാൻ ബന്ധം നേരത്തെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതും ഇന്ത്യക്ക് ലാക്കാക്കിയുള്ള നീക്കമാണെന്ന് കരുതുന്നു.